ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്ത് പറഞ്ഞടി? മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി വേണ്ട, വേണ്ട മുത്തശ്ശി, മുത്തശ്ശി തോന്നിയാസം പറയുന്നു. വേണ്ട, ഇങ്ങ് വന്നേ. ഇനി മേലാൽ ഇവളുടെ അമ്മയെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നോളി ഞാനാ. വന്നേ, വേണ്ട, ഞാൻ പറയുന്ന കേക്ക് മുത്തശ്ശി, വേണ്ട. മുത്തശ്ശി കൂടുതലൊന്നും ആലോചിച്ച് കൂട്ടണ്ട. ഇത് കിരണിന്റെ അമ്മയുടെ സാരിയാ. അമ്മയുടെ സാരി? അമ്മയുടെ സാരിയോ? സ്വന്തം അമ്മയുടെ സാരി നിനക്ക് തരണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഉണ്ടല്ലോ. മുത്തശ്ശി വേണ്ട, വെറുതെ ഓരോന്ന് പറയണ്ട. കിരൺ എനിക്ക് നല്ലൊരു ഫ്രണ്ട് മാത്രം, അല്ലാതെ ഒന്നുമില്ല. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. ഞാനും കിരണും കൂടി ബർത്ത്ഡേ സെൽഫി എടുത്തായിരുന്നു. ഞാനത് കാണിച്ചു തരാവേ. നോക്കട്ടെ. കൊള്ളാവോ? സെൽഫി എടുത്തോ? ആ, ഇത് കൊള്ളാലോ. നിങ്ങൾ രണ്ടുപേരും നല്ല ചേർച്ച. മുത്തശ്ശി പൊടി. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അവന്റെ ബർത്ത്ഡേക്ക് ഇവക്ക് ഗിഫ്റ്റോ? അത് ശരിയല്ലല്ലോ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. പൂർണിമ ചേച്ചിയല്ലേ? അതെ. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിക്ക് വരൂ. ഇരിക്ക. എന്റെ പേര് പൂജ. ഞാനും പൃഥ്വിയും തമ്മില് കുറെ നാളായി അടുപ്പത്തിലാണ്. പൃഥ്വി ഇപ്പൊ എന്നെ അവോയ്ഡ് ചെയ്യാ. പൃഥ്വിയെ പോലെ ഒരാൾക്ക് ഈ പ്രായത്തിൽ ഇത്തരം ചില ഇൻഫാക്ച്വേഷൻസ് തോന്നുന്നത് സാധാരണമല്ലേ? അങ്ങനെ അല്ല ചേച്ചി, എനിക്ക് പൃഥ്വിയെ മറക്കാൻ സാധിക്കില്ല. അതൊക്കെ ഇപ്പൊ തോന്നുന്നതല്ലേ പൂജ? നാളെ ഇതെല്ലാം മറന്ന് പൂജയും മറ്റൊരു ജീവിതത്തിലേക്ക് പോവും. കുട്ടി, പൃഥ്വിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് അവൻ ഈ റിലേഷനിൽ നിന്ന് പിന്മാറുന്നത്. ഞാൻ പറഞ്ഞല്ലോ ചേച്ചി, എനിക്ക് പൃഥ്വിയെ എന്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല. ഞാൻ പ്രഗ്നന്റാ. നീ പറഞ്ഞ സത്യാണോ ആശി? അതെ, ഞാൻ നേരിട്ട് കേട്ട കാര്യമാ. ഗിഫ്റ്റ് വാങ്ങി വന്ന് അവിടെ മുത്തശ്ശിയോട് പറയുമ്പോ എല്ലാം ഞാൻ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ ഇത് നല്ലൊരു അവസരാശി, നമുക്കിത് യൂസ് ചെയ്യണം. അത് തന്നെ എന്റെയും പ്ലാൻ. പിന്നെ എന്തിനാ ഇത്ര ലേറ്റ് ആക്കുന്നേ? നമുക്ക് ഈ കാര്യം എത്രയും പെട്ടെന്ന് അമ്മയോടും ആന്റിയോടും പറയാം. ബാക്കി അവർ നോക്കിക്കോളും. വാ. അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇത് നമുക്ക് തന്നെ ഡീൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമ്മുടെയൊക്കെ മുന്നിൽ അവളുടെ മിണ്ടാപ്പൂച്ച കളിച്ചുള്ള നടപ്പ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. പൂർണിമ, എന്തിനാ എല്ലാരെയും വരാൻ പറഞ്ഞ? പറയാം. ഇതാരാ മോളെ? അതാ എനിക്കും അറിയണ്ടേ. അതറിയാനാ നിങ്ങളെല്ലാരും വിളിച്ചു വരുത്തിയത്. എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഓർക്കുന്നില്ല. നീ കാര്യം പറ പൂർണിമേ. അത് പറയേണ്ടത് ഞാനല്ല. പിന്നെ ഞങ്ങൾക്കാർക്കും അവളെ അറിയില്ല. നിനക്കും അറിയില്ലേ പൃഥ്വി? ഞാൻ എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഇതാരാണെന്ന് നീ തന്നെ എല്ലാരോടും പറ. ചേച്ചി, എനിക്കിവിടെ അറിയില്ല. നോണ പറയല്ലേ പൃഥ്വി, എന്നെ നിനക്കറിയില്ലേ? എന്തൊക്കെ ഇവിടെ നടക്കുന്നേ? ആ, ഇന്ന് വരെ ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കാത്ത കാര്യങ്ങളാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടി പൃഥ്വിയുടെ കാമുകയാണെന്ന് പറഞ്ഞാ വന്നിരിക്കുന്നെ. അയ്യോ ചേച്ചി, അയ്യോ. അതാണോ കാര്യം? നീ ഇതൊക്കെ വിശ്വസിച്ചോ? ഇതൊക്കെ ഇവളുടെ അടവാ. കാശുള്ള വീട്ടിലെ ആൺകുട്ടികളുടെ മേൽ അപവാദം പറഞ്ഞുകൊണ്ട് കേറി വരും. പണം മാത്രമാണ് ഇവറ്റുകളുടെ ലക്ഷ്യം. പണത്തിന് വേണ്ടി ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറയോ? നോ. അയ്യോ, ഇതൊക്കെ വെറും നുണയാ. ഞാൻ ഇവളും തമ്മിൽ അങ്ങനെ ഒരു ബന്ധവും ഇല്ല. ഇങ്ങനെയൊന്നും പറയരുത് പൃഥ്വി. നിന്റെ കുഞ്ഞാ എന്റെ വയറ്റിലുള്ളത്. വാട്ട്? കുഞ്ഞോ? അയ്യോ ചേച്ചി, ചേച്ചി ഇതൊന്നും വിശ്വസിക്കരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിതിന്റെ സത്യം അറിഞ്ഞേ പറ്റൂ. നുണ പറയുന്നത് ആരായാലും ഞാനത് കണ്ടുപിടിക്കും. ഞാനേതായാലും പോലീസിനെ വിളിക്കാം. അത് വേണ്ട മോളെ. പോലീസിനൊക്കെ അറിയിച്ച
അതിന്റെയൊക്കെ നാണക്കേട് നമുക്ക് തന്നെയല്ലേ? എനിക്കിതിന്റെ സത്യം അറിഞ്ഞേ പറ്റും. തെറ്റ് ചെയ്തവരാരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഹലോ പോലീസ് സ്റ്റേഷൻ. നിക്ക്. നിന്റെ കയ്യിലെന്താ? നിക്ക്. ചോദിച്ച കേട്ടില്ലേ? എന്താ നീ ഒളിച്ചു പിടിച്ചിരിക്കുന്നേ? അവളുടെ കയ്യിൽ എന്താണെങ്കിലും നിങ്ങൾക്കെന്താ? നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തരാൻ നിൽക്കുന്നേ? അതെന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നേ? ഈ വീടിനകത്ത് ഒരാൾ സാധനം മറച്ചു പിടിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഞങ്ങൾ അറിയണ്ടേ? ഓ, ഇനി എവിടെന്നെങ്കിലും കട്ടോണ്ട് വന്നതാണെങ്കിലോ? ദേ, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്ക്. മോളെ, നീ ആത്തോട്ട് പോ. ഇവള് മറച്ചു വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാതെ ഞങ്ങൾ വിടില്ല. മര്യാദയ്ക്ക് നീ കാണിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മയെ വിളിക്കാം. അമ്മ ചോദിച്ചാ നീ കാണിക്കോ ഇല്ലയോന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. വിളിക്കണ്ട, ഞാൻ കാണിക്കാം. ഇതൊരു സാരിയാ. ഇതേതാ ഈ സാരി? അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ നിന്നോടാ ചോദിച്ചത്. ഈ സാരി നിനക്ക് എവിടുന്നാ കിട്ടിയേ? അത് പറയടി. ആഷി, നിർത്തേ, മതി. മറച്ചു വെച്ചത് എന്താണെന്ന് കാണണമെന്ന് പറഞ്ഞു. അത് കാണിച്ചില്ലേ? ഇനി കൂടുതൽ ചോദ്യം ചെയ്യലൊന്നും വേണ്ട. ഇത് എവിടുന്ന് കിട്ടിയതായാലും നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആര് പറഞ്ഞു ഇല്ലാന്ന്? ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താ അത് മേടിച്ചോണ്ട് ഈ വീട്ടിലേക്ക് വന്നാ അതെങ്ങനെ ശരിയാവും? അഷി, ഈ സാരി കിരൺ തന്നതാ. ഓ, അപ്പോ നമ്മള് കരുതിയത് ശരിയാ ശി. എന്ത് ശരിയാണെന്നാ നിങ്ങൾ ഈ പറയുന്നേ? നിങ്ങളുടെ കൊച്ചുമോളും ആ കിരണും തമ്മിൽ നടത്തുന്ന പ്രേമനാടകത്തിന്റെ കാര്യം പറയുന്നേ. ദേ, മര്യാദക്ക് സംസാരിക്കണം. ദുർഗ നിന്റെ ചേച്ചിയാ, അത് മറക്കരുത്. പ്രായം കൊണ്ട് മൂത്തതായ മാത്രം ചേച്ചി ആവില്ല. പിന്നെ ചേച്ചിയാണെന്ന് ബഹുമാനം കിട്ടണമെങ്കിലേ ആ രീതിക്ക് നടക്കണം. അല്ലാതെ കണ്ടവന്മാരുടെ കയ്യിൽ നിന്ന് സാരി മേടിച്ച് കൂത്തടിച്ച് നടക്കുമല്ല വേണ്ടത്. അഷി, അല്ല, ഇവള് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളീ കാണിക്കുന്നതേ ഇവളുടെ അമ്മയുടെ സ്വഭാവ. അമ്മ വേലി ചാടിയ മകള് മതില് ചാടുവല്ലോ. നീ എന്തു പറഞ്ഞടി? മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശി വേണ്ട, വേണ്ട മുത്തശ്ശി, മുത്തശ്ശി തോന്നിയാസം പറയുന്നു നീ. വേണ്ട, ഇങ്ങ വന്നേ. ഇനി മേലാൽ ഇവളുടെ അമ്മയെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നോളി ഞാനാ. വന്നേ, വേണ്ട, ഞാൻ പറയുന്നു കേക്ക് മുത്തശ്ശി, വേണ്ട. അവളകത്തുണ്ട് സർ, വരൂ. സർ, ഇതാ ഞാൻ പറഞ്ഞ പെൺകുട്ടി. മാഡം, ഇവിടെ എനിക്കറിയാം. നീ പൂജയിലടി. ചോദിച്ചത് കേട്ടില്ലടി? അതെ മാഡം, ഇവളൊരു ഫ്രോഡാ.